ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ ഡയറി കുറിപ്പുകൾ. ഓ മറിയമേ, എൻ്റെ അമ്മേ, എൻ്റെ നാഥേ, എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ജീവിതത്തെയും എൻ്റെ മരണത്തെയും മരണാനന്തര അവസ്ഥകളെയും ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു. എല്ലാം നിൻ്റെ കരങ്ങളിൽ അർപ്പിക്കുന്നു. ഓ എൻ്റെ അമ്മേ, അങ്ങേ പരിശുദ്ധമായ മേലങ്കിയാൽ എൻ്റെ ആത്മാവിനെ പൊതിയണമേ. എൻ്റെ ഹൃദയവും ആത്മാവും ശരീരവും വിശുദ്ധിയാൽ നിറയ്ക്കണമേ. ശത്രുക്കളിൽ നിന്ന്, പ്രത്യേകിച്ച് വിശുദ്ധിയുടെ മുഖം മൂടി ധരിച്ച അസൂയാലുക്കളിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ. ഓ മനോജ്ഞയായ ലില്ലിപുഷ്പമേ, അങ്ങ് എനിക്കൊരു ദർപ്പണമാണ്. ഓ എൻ്റെ അമ്മ. ഓ ഈശോയെ, സ്നേഹത്തിൻ്റെ ദിവ്യ തടവുകാരാ, അങ്ങേ സ്നേഹത്തെപ്പറ്റി ഓർക്കുമ്പോൾ അങ്ങ് എനിക്ക് വേണ്ടി എത്രമാത്രം ശൂന്യവൽക്കരിക്കുന്നു എന്നറിയുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനും അപ്പുറമാണത്. അങ്ങേ അഗ്രാഹ്യമായ പ്രഭാവം മറച്ചുകൊണ്ട് നികൃഷ്ടയായ എന്നിലേക്ക് അങ്ങേ തന്നെ താഴ്ത്തി. ഓ മഹത്വത്തിൻ്റെ രാജാവേ, അങ്ങയുടെ പ്രതാപം അങ്ങ് മറയ്ക്കുന്നെങ്കിലും എൻ്റെ ആത്മാവ് ആ വിരി മാറ്റി കാണുന്നു. മാലാഖവൃന്ദങ്ങൾ അങ്ങേ മഹത്വം നിരന്തരം ഉദ്ഘോഷിക്കുന്നതും സ്വർഗീയ ശക്തികൾ അനവരതം അങ്ങേ പുകഴ്ത്തുന്നതും ഞാൻ കാണുന്നു. അവർ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഇടവിടാതെ ഉദ്ഘോഷിക്കുന്നു. ഓ, ആര് അങ്ങയുടെ സ്നേഹവും ഞങ്ങളോടുള്ള അങ്ങയുടെ അപരിമേയമായ കരുണയും മനസ്സിലാക്കും? ഓ സ്നേഹത്തിൻ്റെ തടവുകാരാ, എൻ്റെ എളിയ ഹൃദയത്തെ ഈ സക്രാരിയിൽ ഞാൻ ബന്ധിക്കുന്നു. രാവും പകലും നിരന്തരം അത് അങ്ങേ പുകഴ്ത്തട്ടെ. ഈ ആരാധനയ്ക്ക് ഞാൻ ഒരു തടസ്സവും കാണുന്നില്ല. ശാരീരികമായി ഞാൻ അങ്ങിൽ നിന്ന് അകലെയാണെങ്കിലും എൻ്റെ ഹൃദയം അങ്ങയോടൊത്തായിരിക്കും. ഒന്നിനും അങ്ങയോടുള്ള എൻ്റെ സ്നേഹത്തെ നിഷ്പ്രഭമാക്കാൻ സാധിക്കുകയില്ല. ഒരു തടസ്സവും എന്നെ ബാധിക്കുകയില്ല. ഓ എൻ്റെ ഈശോയെ, ഒരു വിശുദ്ധ ബലിയായി എരിഞ്ഞു തീരണമെന്നും അങ്ങയുടെ രഹസ്യ സിംഹാസനത്തിന് മുൻപിൽ എരിഞ്ഞടങ്ങണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. മരണാസന്നരായ നിരാലംബരായ പാപികൾക്ക് വേണ്ടി ഞാൻ നിരന്തരം അങ്ങയോട് യാചിക്കുന്നു. ഓ പരിശുദ്ധ ത്രിത്വമേ, ഏറ്റവും അഭേദ്യമായ ഏകദൈവമേ, ഈ വലിയ കൃപയ്ക്കായും കരുണയുടെ ഈ ദാനത്തിനായും അങ്ങ് പുകഴ്ത്തപ്പെടട്ടെ. എൻ്റെ ഈശോയെ,
അന്യായമായി കുറ്റപ്പെടുത്തപ്പെടുമ്പോൾ നിശബ്ദത പാലിച്ച് ഞാൻ ദൈവദൂഷണങ്ങൾക്ക് പരിഹാരം ചെയ്യാം. അപ്രകാരം അല്പമെങ്കിലും പ്രായശ്ചിത്തം ചെയ്യാം. എൻ്റെ ആത്മാവിൽ അങ്ങേയ്ക്കായി ഞാൻ നിലയ്ക്കാത്ത ഒരു ഗീതം ആലപിച്ചു കൊണ്ടിരിക്കുന്നു. ആരും ഇത് മനസ്സിലാക്കുകയോ ഊഹിക്കുകയോ ചെയ്യുകയില്ല. അങ്ങ് മാത്രമേ എൻ്റെ ആത്മാവിൻ്റെ സംഗീതം മനസ്സിലാക്കുകയുള്ളൂ. ഓ എൻ്റെ കർത്താവേ, എൻ്റെ സൃഷ്ടാവേ, ദൈവത്തെ മറക്കാൻ തക്കവിധം ലോകകാര്യങ്ങളുടെ ചുഴിയിൽ വ്യാപൃതയാകാൻ ഞാൻ എന്നെ അനുവദിക്കുകയില്ല. എൻ്റെ ഒഴിവു സമയങ്ങളെല്ലാം ദിവ്യകാരുണ്യത്തിൽ മറഞ്ഞിരിക്കുന്ന എൻ്റെ ഗുരുവിൻ്റെ പാദാന്തികത്തിൽ ഞാൻ ചെലവഴിക്കും. എൻ്റെ ശൈശവം മുതൽ അവിടുന്ന് എന്നെ പഠിപ്പിക്കുകയായിരുന്നു.